ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റിയാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അഡിഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി പറഞ്ഞിരുന്നു. അഡിഷൻ റൂളിൽ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ടു ഹാപ്പൺ ഈസ് ഡിനോട്ടഡ് ആസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനി അത് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആകുമ്പോൾ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആകുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റിയിലാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി ഓൾസോ ദെൻ നമ്മൾ രണ്ട് രീതിയിലാണ് പറയുന്നത്. ഒന്ന് ഫോർ എനി ഇവൻറ്റ്സ്, ഫോർ എനി ടു ഇവൻറ്റ്സ്, അതുപോലെ രണ്ടാമത്തെ കേസിൽ എനി ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ rule for any two events. But if A and B are any two events, then the probability for both A and B to taken place together denoted as probability of A intersection B. അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്താ പറയുക? പ്രോബിലിറ്റി എ ആൻഡ് ബി അല്ലേ, പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി അല്ലേ. നമ്മൾ അഡീഷനിൽ എ ഓർ ബി ആവുന്നത് അല്ലേ, ഐദർ എ ഓർ ബി. ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ടു ഹാപ്പൺ, അതിനാണ് പറയുക മൾട്ടിപ്ലിക്കേഷൻ റൂളിൽ പറയുക. ദാറ്റ് ഈസ് നോട്ട് ആസ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. നമ്മൾ പിന്നെ അഡിഷൻ റൂളിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അഡിഷൻ റൂളിൽ നമ്മൾ കേസ് പിന്നെ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആകുമ്പോൾ അല്ലേ പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പറഞ്ഞിരുന്നു അല്ലേ. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മീൻസ് ബോത്ത് എ ആൻഡ് ബി ടു ഹാപ്പൺ. പ്രോബിലിറ്റി ഓഫ് both A and B to taken place is known as the addition rule. That is denoted as the probability of A intersection B. Okay. ഇനി പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്കറിയാം. അതിൻ്റെ ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. അപ്പോൾ ഇവിടെ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ അല്ലേ. അത് ദാറ്റ് മീൻസ് ദീസ് ആർ ടു ഇവൻറ്റ്സ് അല്ലേ, നോട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. നോട്ട് ഇൻഡിപെൻഡൻ്റ് കേസിലാണ് ഇത് പറയുന്നത്. പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുക. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ അല്ലേ. ദാറ്റ് മീൻസ് ദ പ്രോബിലിറ്റി ഓഫ് ബി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രോബിലിറ്റി ഓഫ് എ. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആകുമ്പം ദേ ആർ നോട്ട് ഡിപ്പെൻഡൻറ്റ് അല്ലേ, ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? എനി ടു ഇവൻറ്റ്സ് ആകുമ്പോൾ നോട്ട് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുക? പ്രോബിലിറ്റി ഓഫ് ബി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രോബിലിറ്റി ഓഫ് എ. അതുകൊണ്ടാണ് ഇവിടെ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേണം എന്ത് പറയുക? അതിനെ നേരെ തിരിച്ചും പറയാതാണ് പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ഓക്കെ, അപ്പോൾ ആ കേസ് ഓർമ്മിച്ച് വെക്കുക. ഇനി രണ്ടാമത്തെ കേസ് നോക്കിയേ. മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഫോർ എനി ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആകുമ്പോൾ എന്തില്ല, വൺ ഇവൻറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി അതർ അല്ലേ. ദ ഹാപ്പണിംഗ് ഓഫ് ദി ടു ഇവൻറ്റ്സ് ആർ ദെൻ നോട്ട് ഡിപ്പെൻഡ്സ് ഈച്ച് അതർ. ഹിയർ ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. ഇഫ് എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ദെൻ ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് എ ആൻഡ് ബി ടു ഹാപ്പൺ ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദെയർ പ്രോബബിലിറ്റി. അത് നമ്മൾ എന്താ പറയുക? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി, അതായത് എ ആൻഡ് ബി ടു ഹാപ്പൺ. ഓക്കെ, ഓർമ്മിച്ച് വെക്കുക. മൾട്ടിപ്ലിക്കേഷൻ നമ്മളെപ്പോഴും പറയുന്നതാണ് ബോത്ത് എ ആൻഡ് ബി ടു ഹാപ്പൺ. എ ആൻഡ് ബി ടു ഹാപ്പൺ അല്ലേ. അഡിഷൻ റൂളോ എ ഓർ ബി ടു ഹാപ്പൺ ആണ്, എ ഓർ ബി ആണ്. ഓക്കെ, അഡിഷൻ റൂളിൽ എ ഓർ ബി ആണ്. ഇവിടെ എ ആൻഡ് ബി ടു ഹാപ്പൺ. ഓക്കെ, ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ both A and B to happen. Okay, both intersection. Okay, probability of A intersection B. നമ്മൾ കഴിഞ്ഞ അഡീഷൻ റൂളിൽ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രോബിലിറ്റി ഓഫ് എ ആണ് അല്ലെങ്കിൽ ഇത് പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ദെൻ ദിസ് പോർഷൻ ഈസ് നോൺ ആസ് ദി ദിസ് ഈസ് പ്രോബിലിറ്റി ഓഫ് എ, ദെൻ ദിസ് ഈസ് പ്രോബിലിറ്റി ഓഫ് ബി. ദെൻ ബോത്ത് എ ആൻഡ് ബി ഇൻ്റർസെക്ട് ദിസ് ഏരിയ, ദെൻ ദിസ് പാർട്ട് ഈസ് നോൺ ആസ് ദി എ ഇൻ്റർസെക്ഷൻ ബി. നമ്മളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഇനി നമുക്കതുമായി ബന്ധപ്പെട്ട അപ്പോൾ ഓർമ്മിക്കുക, ഇവിടെ ഇക്വേഷൻ ഓർമ്മിക്കുക. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ബേസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇഫ്
ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് പ്രോബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 4/5 ആൻഡ് പ്രോബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു 3/5, ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ 4/5 ആണ്, പ്രോബിലിറ്റി ഓഫ് ബി 3/5 ആണ് അല്ലേ? 4/5 3/5. ദെൻ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം അല്ലേ? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നമുക്ക് അതിലേക്ക് വരാം. അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിൻ്റെ സൊല്യൂഷനിൽ ഓക്കെ, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നതിൽ. ഓക്കെ, നോ ഇറ്റ് ഈസ് ക്ലിയർ. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 4/5 പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 3/5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു then 4/5 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. 4/5 ഇൻറ്റു 3/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 25. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. ഇനി സെക്കൻഡിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? പ്രോബിലിറ്റി ദാറ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Probability that A will pass a paper 1 is 0.3 and probability that B will pass the paper is 0.7. What is the probability that he will pass both the papers? ഓക്കെ, അപ്പോൾ രണ്ട് പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. എ പാസ് ആവാനുള്ള പ്രോബിലിറ്റി പേപ്പർ 1 പാസ് ആവാനുള്ള പ്രോബിലിറ്റി 0.3 പേപ്പർ 2 പാസ് ആവാനുള്ള പ്രോബിലിറ്റി 0.7 ആണ്. Then what is the probability that pass both the papers? രണ്ട് അല്ലേ? എ ആൻഡ് ബി. പ്രോബിലിറ്റി ടു പാസ് ബോത്ത് ദി പേപ്പേഴ്സ് എ ആൻഡ് ബി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസർ ഓക്കെ. അപ്പോൾ പ്രോബിലിറ്റി ടു പാസ് ദി പേപ്പർ 1 അതിന് നമ്മൾ പ്രോബിലിറ്റി ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്തു. ഈസ് ഈക്വൽ ടു 0.3. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടല്ലോ? പ്രോബിലിറ്റി ടു പാസ് പേപ്പർ 1, probability of A is equal to 0.3 and probability to pass paper 2 is 0.7. Okay, 0.7. Therefore probability for passing both the papers, that is probability of A intersection B, both A and B, and probability to pass A and paper B, that is denoted as the probability of A intersection B. Okay, A intersection B. Probability of A intersection B is equal to probability of A into probability of B. That is equal to 0.3 into 0.7. That is equal to 0.27. Okay, clear ആണല്ലോ? രണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. തേർഡ് ക്വസ്റ്റ്യനിൽ the probability that A solve a problem in statistics is probability that മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ. The probability that A solve a problem in statistics is 2/5 and the probability that B solve it is 3/8. If they try independently, അല്ല അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെന്ന് അർത്ഥം. If they try independently, find the probability that both solve the problem, none solve the problem, at least one solve the problem. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ കേസ് ആയിട്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതിൽ രണ്ട് സ്റ്റുഡൻസ് ആണുള്ളത്, എയും ബിയും അല്ലേ? അതിൻ്റെ ഓരോ കേസ് എടുത്തിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ദാറ്റ് നമുക്കറിയാം. പ്രോബിലിറ്റി ഓഫ് എ സോൾവ് ദ പ്രോബ്ലം ഈസ് 2/5. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 2/5. ദെൻ പ്രോബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു 3/8 അല്ലേ? പ്രോബിലിറ്റി ദാറ്റ് ബി സോൾവ് ദ പ്രോബ്ലം ഈസ്
3/8. ഇനി അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ 2/5 ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും അല്ലേ? പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻ്ററി ഇവൻ്റ് ഏതാണ്? എ ഡസ് നോട്ട് സോൾവ് ദി പ്രോബ്ലം അല്ലേ? പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 2/5. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസ് നോട്ട് സോൾവ് ദി പ്രോബ്ലം. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ. ഓക്കെ, അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നതാണിത് ഇവിടെ 2/5. അപ്പോൾ 1 മൈനസ് 2/5 3/5. കോംപ്ലിമെൻ്ററി ഇവൻ്റ് കണ്ടുപിടിക്കുന്നുണ്ടോ? കോംപ്ലിമെൻ്ററി പ്രോബിലിറ്റി കിട്ടിയല്ലോ. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പ്രോബിലിറ്റി ദാറ്റ് എ ഡസ് നോട്ട് സോൾവ് ദി പ്രോബ്ലം. എ പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി. സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 2/5 ആണ്. അപ്പോൾ സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 3/5 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ബിയും പ്രോബിലിറ്റി ഓഫ് ബി ഏതാണ്? പ്രോബിലിറ്റി ദാറ്റ് ബി വിൽ സോൾവ് ദ പ്രോബ്ലം 3/8. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ്, അപ്പോൾ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ബി ദാറ്റ് മീൻസ് 1 മൈനസ് 3/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/8. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എയും പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റും പ്രോബിലിറ്റി ഓഫ് ബിയും ബി കോംപ്ലിമെൻറ്റും. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി 1 ആയിരിക്കും. ഇത് എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ലെസ് ചെയ്യുക. അപ്പോൾ നോട്ട് സോൾവ് കിട്ടും. ഓക്കെ, ഇനി അതിൽ ഓരോ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ദ സോൾവ് ദ പ്രോബ്ലം ബോത്ത് എ ആൻഡ് ബി സോൾവ്. അല്ലാതെ അതിനെഴുതിയിരിക്കുന്നതാണ് പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് സോൾവ് ദി പ്രോബ്ലം ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ദാറ്റ് എ ആൻഡ് സോൾവ് ആൻഡ് ബി സോൾവ്. പ്രോബിലിറ്റി ദാറ്റ് എ ആൻഡ് ബി സോൾവ്. എ ആൻഡ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 അല്ലേ? പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 2/5, പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 3/8. അപ്പോൾ 2/5 ഇൻറ്റു 3/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 6/40 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/20. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് വേണം എഴുതാം കേട്ടോ. ഡിവൈഡ് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. 3/20. ഓക്കെ, ഇനി രണ്ടാമത്തേത് പ്രോബിലിറ്റി ദാറ്റ് നൺ സോൾവ് ദി പ്രോബ്ലം. എയും സോൾവ് ചെയ്യാൻ പാടില്ല, ബിയും സോൾവ് ചെയ്യാൻ പാടില്ല അല്ലേ? എ ആൻഡ് ബി ബോത്ത് എ ഡസ് നോട്ട് സോൾവ് ആൻഡ് ബി ഡസ് നോട്ട് സോൾവ്. അതിനാണ് പ്രോബിലിറ്റി. എങ്ങനെ തന്നെ എഴുതുന്ന എക്സാമിനേഷനൊക്കെ പ്രോബിലിറ്റി ദാറ്റ് നൺ സോൾവ് ദി പ്രോബ്ലം ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ദാറ്റ് എ ഡസ് നോട്ട് സോൾവ് ആൻഡ് ബി ഡസ് നോട്ട് സോൾവ്. രണ്ട് പേര് സോൾവ് ചെയ്യാൻ പാടില്ല. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സോൾവ് ചെയ്യുന്നതിന് പ്രോബിലിറ്റി ഓഫ് എ എന്നും പ്രോബിലിറ്റി ഓഫ് ബി എന്നും പറഞ്ഞു. ഇനി സോൾവ് ചെയ്യാത്തതിനാണെന്ന് പറയാം പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റും പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റും. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി ഡസ് നോട്ട് സോൾവ്. ഓക്കെ, എ ആൻഡ് ബി ഡസ് നോട്ട് സോൾവ്. എ ആൻഡ് ബി അല്ലേ? അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ ആൻഡ് ബി ഡസ് നോട്ട് സോൾവ് എന്നർത്ഥം. എ ഡസ് നോട്ട് സോൾവ് എ കോംപ്ലിമെൻറ്റ്, ബി ഡസ് നോട്ട് സോൾവ് ബി കോംപ്ലിമെൻറ്റ്. എ ആൻഡ് ബി എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡസ് നോട്ട് സോൾവ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3/5 ഇൻറ്റു 5/8. 3/5 ഇൻറ്റു 5/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 15/40 ദാറ്റ് ഈസ് 3/8. അതിനെ റെഡ്യൂസ് ചെയ്താൽ 3/8 കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം എഴുതി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തേത് അതിൻ്റെ ആ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തേതാണ് പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ സോൾവ്. പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദി പ്രോബ്ലം അല്ലേ? അറ്റ്ലീസ്റ്റ് വൺ എ ഓർ ബി ആണെന്നർത്ഥം അല്ലേ? അത് അഡീഷനാണ്. എ ഓർ ബി അറ്റ്ലീസ്റ്റ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി ടു സോൾവ്. എ ഓർ ബി ടു സോൾവ്. അപ്പോൾ എ ഓർ ബി ടു എന്ന് പറയുന്നതാണ്. എ ഓർ ബി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. എ ഓർ ബി അല്ലേ? ആൻഡ് ആകുമ്പം മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഓർ ആകുമ്പം അഡീഷൻ. ഓക്കെ, അപ്പോൾ എ യൂണിയൻ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി. എ ഓർ ബി ടു സോൾവ് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി. അപ്പോൾ 2/5 പ്ലസ് 3/8. അപ്പോൾ നമുക്ക് 16/40 പ്ലസ് 15/40 ആവും.
31 ഡിവൈഡ് ബൈ 40 കിട്ടും. അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.775. ഇനി അല്ലെങ്കിൽ തന്നെ നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. 2/5 പ്ലസ് 3/8 ആണ് അല്ലേ. 2/5 എന്ന് പറഞ്ഞാൽ 0.4, ദെൻ 3/8 എന്ന് പറഞ്ഞാൽ 0.375. അതിന് ആഡ് ചെയ്യുക 0.775. ഏത് രീതിയിൽ നിങ്ങൾക്ക് അതിനെ സോൾവ് ചെയ്യാം. ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇനി നമ്മുടെ മറ്റേ ക്വസ്റ്റ്യനിലേക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കിയും 4th ക്വസ്റ്റ്യനിൽ എ യൂണിവേഴ്സിറ്റി ഹാസ് ടു സെലക്ട് ആൻ എക്സാമിനർ ഫ്രം എ ലിസ്റ്റ് ഓഫ് 50 persons. 20 അല്ലെ എ യൂണിവേഴ്സിറ്റി ഹാസ് ടു സെലക്ട് ആൻ എക്സാമിനർ ഫ്രം എ ലിസ്റ്റ് ഓഫ് 50 persons. 50 പേരുടെ ഒരു ലിസ്റ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. 20 ഓഫ് ദം ആർ വുമൺ. അപ്പോൾ അതിൽ 20 പേര് വുമൺ ആണ്. അപ്പോൾ 30 പേര് മെൻ ആയിരിക്കും. ദെൻ 30 men പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. 20 ഓഫ് വുമൺ ആൻഡ് 30 men. ദെൻ 10 ഓഫ് ദം നോ ഹിന്ദി. അതിൽ 10 പേര് ഹിന്ദി അറിയാം. ആൻഡ് 40 ഡു നോട്ട്. ഓക്കെ. 15 ഓഫ് ദം ആർ ടീച്ചേഴ്സ്. ഔട്ട് ഓഫ് ദി 50 മെമ്പേഴ്സ് 15 ആർ ടീച്ചേഴ്സ്. റിമൈനിങ് ആർ നോട്ട്. അപ്പോൾ 35 ആർ നോൺ ടീച്ചിങ് ആണ്. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് the university selecting a Hindi knowing woman teacher? Okay, what is the probability of selecting a person that a Hindi knowing woman teacher? അപ്പോൾ ഈ 50 പേരിൽ നിന്ന് ഒരാളെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സെലക്ട് ചെയ്യുന്ന ആൾ ഹിന്ദി അറിയാവുന്ന വുമൺ ആയ ഒരു ടീച്ചറായിരിക്കണം. അല്ല, 3 കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വുമൺ, രണ്ടാമത് ഹിന്ദി, മൂന്നാമത്തേത് ടീച്ചറായിരിക്കണം. അപ്പോൾ ഓരോ കേസ് എത്ര വീതമാണെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹിന്ദി അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 10 ഓഫ് ദം നോ ഹിന്ദി. 10 പേര് ഹിന്ദി അറിയും. അപ്പോൾ ഹിന്ദി സെലക്ട് ചെയ്യേണ്ട പ്രോബിലിറ്റി 10/50. ദെൻ അതേപോലെ തന്നെ വുമൺ 20 പറഞ്ഞു അല്ലേ. വുമൺ എന്ന് പറഞ്ഞത് 20 ആണ്. അപ്പോൾ 25/50 ആണ് വുമണെ സെലക്ട് ചെയ്യേണ്ട പ്രോബിലിറ്റി 20/50. അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ 15 പേരാണ് ടീച്ചേഴ്സ് ഉള്ളത്. അപ്പോൾ 15 ആണ്. അപ്പോൾ ദെൻ പ്രോബിലിറ്റി ടു സെലക്ട് എ ടീച്ചർ ഈസ് 15/50. ഓക്കെ. നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, സൊല്യൂഷൻ നോക്കിക്കോളൂ. ഇവിടെ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഹിന്ദി നോവിങ് പേഴ്സൺ അല്ലേ. അതായത് നമ്മൾ പ്രോബിലിറ്റി ഓഫ് എ എന്ന് കൊടുക്കുന്നു. ഹിന്ദി നോവിന് പ്രോബിലിറ്റി ഓഫ് എ എന്ന് കൊടുക്കുന്നു. പ്രോബിലിറ്റി ഓഫ് എ അല്ല 10 പേർക്ക് ഹിന്ദി അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ 10 ഡിവൈഡ് ബൈ 50. ടോട്ടൽ 50 പേഴ്സൺസ് ആണുള്ളത്. അപ്പോൾ അതിൽ 10 പേർക്ക് ഹിന്ദി അറിയാം. ദെർഫോർ പ്രോബിലിറ്റി ദാറ്റ് സെലക്ടിങ് എ പേഴ്സൺ ഹാവിങ് ഓർ നോവിങ് ദ ഹിന്ദി ഈസ് 10/50. ദെൻ രണ്ടാമത്തേത് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ വുമൺ. അതിന് നമ്മൾ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 വുമൺ ആണ്. അപ്പോൾ 20/50. മൂന്നാമത്തേത് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ടീച്ചർ. നമ്മൾ പ്രോബിലിറ്റി ഓഫ് സി എന്ന് കൊടുക്കുന്നു. പ്രോബിലിറ്റി ഓഫ് സി then that is 15 divided by 50. അല്ല, ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരണം അല്ലേ. പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഹിന്ദി നോവിങ് വുമൺ ടീച്ചർ, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി അല്ലേ. ഹിന്ദി ആൻഡ് വുമൺ ആൻഡ് ടീച്ചർ ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു probability of B into probability of C. Okay, probability of A into probability of B into probability of C. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10/50 into 20/50 into 15/50. That is equal to 3000 divided by 1,25,000. That is 3/125. 3/125. Okay, is it clear? Okay, now move on to the last problem. അഞ്ചാമത്തെ കേസ് നോക്കാം. അഞ്ചാമത്തെ പ്രോബ്ലം ലാസ്റ്റ് വൺ. അഞ്ചാമത്തെ നോക്കാം. ഇവിടെ എന്താ പറയുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. ആൻ ആർട്ടിക്കിൾ മാനുഫാക്ചർഡ് ബൈ എ കമ്പനി കൺസിസ്റ്റ് ഓഫ് 2 parts. ആൻ ആർട്ടിക്കിൾസ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി കൺസിസ്റ്റ് ഓഫ് 2 parts, എ ആൻഡ് ബി. അപ്പോൾ കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. പ്രൊഡക്റ്റ് 2 പാർട്ടാണുള്ളത്, പാർട്ട് എയും പാർട്ട് ബിയും. ഇൻ ദി പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് പാർട്ട് എ 9 out of 100 are likely to be defective. അപ്പോൾ നമ്മൾ പ്രോബിലിറ്റി ഓഫ് എ എന്ന് കൊടുക്കാം.
Probability of A means probability that the part will be defective. അപ്പോൾ അത് ആ പാർട്ട് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി 9/100. Then similarly 5 out of 100 are likely to be defective in manufacture of part B. പാർട്ട് ബിയുടെ കേസിൽ 5 out of 100, പാർട്ട് ബിയിൽ 5 out of 100 are defective. Okay, calculate the probability that assembled part will be defective. Okay, find the probability that find the probability the assembled part will be defective. Okay, 1 minute. അതിലൊരു ക്വസ്റ്റ്യൻ ഒരു കറക്ഷൻ നോക്കിക്കോട്ടെ. അസംബിൾഡ് പാർട്ട് വിൽ നോട്ട് ബി ഡിഫക്റ്റീവ് എന്നാണ് ക്വസ്റ്റ്യൻ ആക്കുന്നത്. അസംബിൾഡ് പാർട്ട് വിൽ നോട്ട് ബി ഡിഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോട്ട് എന്ന് കൊടുക്കണേ, വിൽ നോട്ട് ബി ഡിഫക്റ്റീവ്. ഓക്കെ, അസംബിൾഡ് പാർട്ട് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി ഉണ്ടെങ്കിൽ ഐദർ എ ഡിഫക്റ്റീവ് ഓർ ബി ഡിഫക്റ്റീവ്, അതിലേക്ക് പോകണ്ട, അതിലേക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ അസംബിൾഡ് പാർട്ട് വിൽ നോട്ട് ബി ഡിഫക്റ്റീവ് എന്നാക്കുക. അസംബിൾഡ് പാർട്ട് വിൽ നോട്ട് ബി ഡിഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പാർട്ടാണ്. പാർട്ട് എയുടെ 9 out of, പാർട്ട് എയിൽ നമ്മൾ പറഞ്ഞു 9 out of 100 ആർ ഡിഫക്റ്റീവ്. ഓക്കെ, അപ്പം പാർട്ട് എ ഡിഫക്റ്റീവ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 91/100. ഓക്കെ, 100 യൂണിറ്റിൽ 9 യൂണിറ്റ് ഡിഫക്റ്റീവാണ്, അപ്പോൾ 91 യൂണിറ്റ് നോട്ട് ഡിഫക്റ്റീവ് എന്നർത്ഥം. പാർട്ട് എ ഡിഫക്റ്റീവ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 91. അതേപോലെ തന്നെ പാർട്ട് ബിയിൽ 5 പാർട്ട് ബിയിൽ നമ്മൾ പറഞ്ഞത് 5 out of 100 ആർ ഡിഫക്റ്റീവ്. ദാറ്റ് മീൻസ് 95 out of 100 ആർ നോട്ട് ഡിഫക്റ്റീവ്. ഓക്കെ, 95 out of 100 ആർ നോട്ട് ഡിഫക്റ്റീവ്. അപ്പോൾ പാർട്ട് എ ആൻഡ് പാർട്ട് ബി നോട്ട് ഡിഫക്റ്റീവ്. പാർട്ട് എയും ഡിഫക്റ്റീവ് ആകാൻ പാടില്ല, പാർട്ട് ബിയും ഡിഫക്റ്റീവ് ആകാൻ പാടില്ല. എങ്കിൽ മാത്രമേ പ്രൊഡക്റ്റ് നോട്ട് ഡിഫക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ സൊല്യൂഷനിൽ പ്രോബബിലിറ്റി ദാറ്റ് പാർട്ട് എ നോട്ട് ബി ഡിഫക്റ്റീവ്. പ്രോബബിലിറ്റി ദാറ്റ് പാർട്ട് എ നോട്ട് ബി ഡിഫക്റ്റീവ്. ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എന്ത് പറഞ്ഞു? 9/100 ആണ് ഡിഫക്റ്റീവ്. ഓക്കെ, അതിനാണ് പ്രോബബിലിറ്റി എ എന്ന് കൊടുത്തു. ഡിഫക്റ്റീവ് പ്രോബബിലിറ്റി ദാറ്റ് പാർട്ട് എ വിൽ ബി ഡിഫക്റ്റീവ്, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ. അതാണ് 9/100 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇനി നോട്ട് ഡിഫക്റ്റീവിനെ നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്നാക്കി. നോട്ട് ഡിഫക്റ്റീവ്, ഓക്കെ, എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1 - 9/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 91/100. അപ്പോൾ പാർട്ട് എ നോട്ട് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി നമ്മളതിന് എ കോംപ്ലിമെൻ്റ് എന്നാണ് കൊടുത്തത്. പാർട്ട് എ നോട്ട് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് 1 - 9/100, 91/100. ഇനി അതേപോലെ തന്നെ പാർട്ട് ബി, പ്രോബബിലിറ്റി ദാറ്റ് പാർട്ട് ബി നോട്ട് ബി ഡിഫക്റ്റീവ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻ്റ് എന്ന് കൊടുത്തു. നോട്ട് ഡിഫക്റ്റീവ് 1 - 5/100. ഓക്കെ, ദാറ്റ് ഈസ് 95/100. നോട്ട് ഡിഫക്റ്റീവ് 95/100. ഡിഫക്റ്റീവ് 5/100 ആണ്. ദാറ്റ് ഈസ് ദെയർഫോർ നോട്ട് ഡിഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 95/100. ദെയർഫോർ പ്രോബബിലിറ്റി ദാറ്റ് അസംബിൾഡ് പാർട്ട് നോട്ട് ടു ബി ഡിഫക്റ്റീവ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ദാറ്റ് പാർട്ട് എ ആൻഡ് പാർട്ട് ബി നോട്ട് ഡിഫക്റ്റീവ്. പാർട്ട് എയും ഡിഫക്റ്റീവ് ആകാൻ പാടില്ല, പാർട്ട് ബിയും ഡിഫക്റ്റീവ് ആകാൻ പാടില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 91/100 ഇൻറ്റു 95/100. ഓക്കെ, നമുക്ക് 8645 / 10,000 നമ്മളതിന് 0.8645 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. എയും ബിയും ഡിഫക്റ്റീവ് ആവില്ല, പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക.
these are the some examples of the multiplication rule applied in calculating probability. Okay.